ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തലേന്ന് രാത്രി മഴയൊക്കെ പെയ്ത് രാവിലെ ആയപ്പോൾ തോർന്ന ഒരന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ആരംഭിക്കുവാണ്. നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ ചായ ഇടുവാണ്. അപ്പോൾ തലേന്ന് വൈകുന്നേരം ആണ് പാല് മേടിച്ച് വയ്ക്കുന്നത് കേട്ടോ. തലേന്ന് വൈകുന്നേരത്ത് ചായ ഇട്ടിട്ട് ബാലൻസ് പാലെടുത്ത് വെച്ച് രാവിലെ ചായ ഇടുവാണ് ചെയ്യുന്നത്. അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ഡെയിലി പതിവ് പോലെ തന്നെ നമ്മൾ ചായ ഇടുവാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഇനിയിപ്പോൾ മടിയൊന്നും കൂടാതെ എഴുന്നേൽക്കണം കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് രാവിലെയൊക്കെ എഴുന്നേൽക്കാൻ. അത് വെക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു ശീലമായിപ്പോയി. ഇനി നമ്മൾ വീണ്ടും രാവിലെ എഴുന്നേറ്റ് പഠിച്ച് തുടങ്ങണം കേട്ടോ, സ്കൂൾ തുറന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ദോശയാണെന്ന്. അപ്പോൾ ദോശയ്ക്ക് നമ്മൾ എളുപ്പത്തിന് ചട്നി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ജിത്തൂട്ടിനിപ്പം 10 മാസമായി കേട്ടോ. ഇനി 2 മാസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയി. അപ്പോൾ എങ്ങനെയായാലും ഒരു അംഗൻവാടി പരിവാക്കി എടുക്കണം. എന്നിരുന്നാലും നമ്മളൊന്ന് ഫ്രീ ആവും. ഇപ്പോൾ എപ്പോഴും അവൻ്റെ പുറകെ നടക്കാനേ നമുക്ക് നേരമുള്ളൂ കേട്ടോ. നമ്മൾക്കായിട്ട് ഒരു സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. അവ ഉറങ്ങുന്ന സമയത്ത് ഒക്കെ എല്ലാ ജോലിയും പെട്ടെന്ന് തന്നെ അവ ഉറങ്ങുന്ന സമയം കൊണ്ട് ചെയ്ത് തീർക്കണം. പക്ഷേ എല്ലാ ജോലിയും ചെയ്ത് തീർക്കത്തുമില്ല, നമ്മളവിടെ പെൻഡിങ് കിടക്കും കേട്ടോ. അപ്പോൾ ഒരു വളർന്ന് വരുന്നത് വരെ നമുക്ക് അമ്മമാർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ അമ്മമാരെ തന്നെ കുറ്റപ്പെടുത്തുള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കേണ്ട കടമ അമ്മമാരാണ്. അപ്പം വീട്ടിൽ നമുക്ക് വേറെ കൈത്താങ്ങായിട്ട് കുഞ്ഞിനെ എടുക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ അവർ പെട്ടുപോയത് തന്നെ കേട്ടോ. ഞാനിപ്പോൾ അനുഭവിക്കുന്നതാണ്. നമുക്ക് ചില നേരമൊക്കെ ആണെങ്കിൽ സങ്കടமாக വരും. ജോലിയെ കിടക്കുമ്പോൾ കുഞ്ഞൊന്ന് കരയും ഒക്കെ ചെയ്യുമ്പോൾ ചേട്ടന് ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമൊക്കെ ചേട്ടൻ കൊണ്ട് നടക്കും. എന്നിരുന്നാലും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കാൻ നോക്കിയാലും എൻ്റെ ജോലി അവിടെ കിടക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും 2 പേരെയുള്ളൂ, ഞാനും ചേട്ടനും അവർക്കുണ്ട് ഇത്രയും ജോലികൾ എന്തോ ആണെന്ന്. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല എന്താണ്. എനിക്ക് ജോലി കഴിഞ്ഞ നേരമില്ല കേട്ടോ. എപ്പം നോക്കിയാലും ജോലിയാണ്. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ സ്പീഡും കുറവാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഞാൻ പതുക്കെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ സമയം കിട്ടാതെ വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി കുടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ തീയലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ഒരു വഴുതനങ്ങയിട്ടങ്ങ് തീയൽ വയ്ക്കുവാണ്. പിന്നെ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീയലിൽ എടുത്തിടും കേട്ടോ. നമ്മൾ തീയലൊക്കെ റെഡിയായി. ഇനി ഒരു മുട്ടയുടെ പൊരിച്ചിട്ട് ജോലി ഒതുക്കാൻ പോവുകയാണ്. കാരണം അടുക്കളയിലെ ജോലി ഒതുക്കിയിട്ട് ഇനി നമുക്ക് പുറംപണിയൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ 2നെ കുളിപ്പിക്കണം, പിന്നെ തുണി കഴുകണം, പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കുളിക്കണം. അപ്പം നമ്മളിപ്പം നല്ല വലിയ കുളിയൊന്നും ഇല്ല കേട്ടോ. വെള്ളം കോരി പുറത്തൊഴിച്ചിട്ട് ഓടുവാണ്. കാരണം നല്ല വിശാലമായിട്ട് കുളിക്കേണ്ട സമയമൊന്നും അല്ല ഇപ്പോൾ. കാരണം നമുക്കറിയാലോ, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പറയേണ്ട കാര്യമില്ല. അവരെ കൂടെ കിടന്ന് നടക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 നേരം കുളിച്ചു, സാമിയൊക്കെ തൊഴുതു, പൂജാ റൂമിൽ പോയിട്ട് കുറിയൊക്കെ കാര്യത്തിനിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുകയാണ്. ഇത് സ്ഥിരം ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന്നൊരു മോചനം. 2 പേരും സ്കൂളിലൊക്കെ പോയതിന് ശേഷം വേണം എനിക്കൊന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അപ്പോഴത്തേക്കും അമ്മയുടെ കുർത്തക്കിടക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.